എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 34 സങ്കീർത്തനം 15 വാക്യം. സങ്കീർത്തനം 34:15. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുറന്ന ചെവികളും തുറന്ന കണ്ണും നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിനും നിലവിളിക്കും ചെവി തുറന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതിനൊരു കാലത്തും മാറ്റമില്ല. ആരൊക്കെ എന്നൊക്കെ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി നിലവിളിച്ചിട്ടുണ്ടോ അതെല്ലാം തമ്പുരാൻ കേട്ടിട്ടുണ്ട്, മറുപടി തന്നിട്ടുമുണ്ട്. ആർക്കും ഒരലിവും തോന്നാത്ത കാക്ക കുഞ്ഞുങ്ങൾക്ക് പോലും ആഹാരം ദൈവം എത്തിക്കുന്നു എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. യോബിൻ്റെ പുസ്തകം 38 41 വാക്യത്തിൽ കാക്കക്കുഞ്ഞുങ്ങൾ ഇര കിട്ടാതെ ഉഴന്നു ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അതിന് തീൻ എത്തിച്ചു കൊടുക്കുന്നത് ആര് എന്ന് ഇയ്യോബിനോട് ദൈവം ചോദിക്കുന്നു. കാക്കക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പോലും ദൈവം കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ്റെ കാര്യം എടുത്ത് പറയേണ്ട വസ്തുതയല്ല. നമ്മുടെ ചെവികൾ ദൈവം തുറന്നതെങ്ങനെ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണ്ടി ചെവികൾ തുറന്നും കണ്ണുകൾ തുറന്നും ഇരിക്കുന്ന ദൈവം നമ്മെയും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. സങ്കീർത്തനം 40:6 നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് കാണുന്നു. ദൗ ഹാസ് ഓപ്പൺഡ് മൈ ഇയേഴ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അത് വായിക്കുന്നത്. ദൈവശബ്ദം കേൾക്കാനായി ദൈവം കാതുകളെ തുറന്നിരിക്കുന്നു. കാണുന്ന കണ്ണ്, കേൾക്കുന്ന ചെവി, ഇത് രണ്ടും യഹോവ ഉണ്ടാക്കിയെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. അതായത് എല്ലാ അവയവങ്ങളെയും ഉണ്ടാക്കി നമ്മെ മെനഞ്ഞെടുത്ത ദൈവം പ്രത്യേക ഉദ്ദേശത്തോടെ ഇവ രണ്ടിനെയും ഉണ്ടാക്കി. അകക്കണ്ണും അകത്തെ കേൾവിയും ആത്മാവിൻ്റെ ഉപയോഗത്തിനാണ്. അവിടുന്ന് വ്യക്തി ജീവിതങ്ങളോട് അവരുടെ ആത്മാവിലൂടെയാണ് ഇടപെടുന്നത്. ദൈവിക കാഴ്ചപ്പാടും ദൈവിക ശബ്ദവും ഏറ്റെടുക്കുന്നത് കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും കൊണ്ടാണ്. അകക്കണ്ണും പുറത്തെ കണ്ണും ഒന്നിച്ച് പ്രവർത്തിക്കട്ടെ. ചെവി തുറക്കുന്നത് കേൾവിയും സംസാരവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിന് വേണ്ടിയാണ്. യെശയ്യാ പുസ്തകം 50 നമ്മൾ വായിക്കുന്നു, തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങണമെന്നുള്ളത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാണ്. എന്തെങ്കിലും പൊള്ളയായ വാക്കു പറയാനല്ല, ഗുരുവിൽ നിന്ന് കേട്ടു പഠിച്ചിട്ട് അതുപോലെ പറയണം. അതിരാവിലെ ദൈവം നമ്മെ ഉണർത്തുന്നു, നമ്മുടെ ചെവി ഉണർത്തുന്നു, പിന്നെ ചെവി തുറക്കുന്നു. പ്രബോധനത്തിന് ചെവി തുറക്കുന്നുവെന്ന് ഇയ്യോബ് 36 വാക്യത്തിൽ വായിക്കുന്നു. നീതിമാന്മാരെ താങ്ങുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവരെ കടാക്ഷിക്കുകയും ഉയർത്തുകയും സിംഹാസനത്തിൽ രാജാക്കന്മാരോടുകൂടെ ഇരുത്തുകയും ചെയ്യുന്നത് അവിടുന്നാണ്. ഒരുപക്ഷെ അവർ കഷ്ടതയുടെ പാശങ്ങളാലും ഇരുമ്പ് ചങ്ങലകളാലും കൊണ്ട് ബന്ധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടുന്ന് അവർക്ക് അവരുടെ പ്രവൃത്തിയുടെ അപാകതയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുത്ത് അവരോട് വ്യക്തിപരമായി ഇടപെടുമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവരുടെ ചെവി പ്രബോധനത്തിനായി തുറക്കും. അതുകൊണ്ട് അനുതാപവും നിരപ്പ് പ്രാപിക്കുന്ന അവസ്ഥയും യഥാസ്ഥാനപ്പെടുത്തലും പുതുക്കപ്പെടുന്ന അവസ്ഥയുമൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നു. യോബ് 36 വായിക്കുന്നു, പീഡയിൽ ചെവി തുറക്കുന്നു. എന്തുകൊണ്ടോ ദൈവജനം ദൈവശബ്ദത്തിന് പ്രതികരിക്കുന്നത് കഷ്ടതയുടെ നടുവിലാണ്.
അരിഷ്ടതയുടെയും പീഡയുടെയും അവസരങ്ങളിൽ ദൈവം അത്ഭുതകരമായി അനുഭവങ്ങളെയും അവസരങ്ങളെയും ഒരുക്കി ദൈവജനത്തോട് സംസാരിക്കുന്നു. മുദ്രയിട്ട പ്രബോധനത്തിനായി ചെവി തുറക്കുന്നുവെന്ന് നമ്മൾ ഇയ്യോബ് 33 അധ്യായത്തിൽ വായിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് പ്രത്യേക ദൂത് കൊടുക്കാനായി രാത്രിയാമങ്ങളിൽ ചെവി തുറക്കുന്നു. ദാനിയേൽ, യോഹന്നാൻ തുടങ്ങിയവർക്കൊക്കെ പ്രത്യേക ദർശനങ്ങളും ദൂതുകളും വ്യക്തിപരമായി കൊടുത്തു. അത് പ്രത്യേക അനുഭവവും പദവിയുമാണ്. മുദ്രയിട്ട പ്രബോധനമാണ് കൊടുക്കുന്നത്. അവർക്കായി മാത്രം ഒരുക്കിയ വിശേഷ അനുഭവമാണിത്. എല്ലാ ശിക്ഷണവും പ്രത്യേക അനുഭവങ്ങളും ഏവരുമായി പങ്കുവെക്കാനുള്ളതല്ല എന്ന് പ്രത്യേകം ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ ചെവി തുറക്കപ്പെട്ടിരിക്കുകയാണോ? ദൈവശബ്ദം ഇമ്പമേറിയതെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ നമ്മൾ ധന്യരായി. മറ്റൊരു ഭാഗത്ത് തുറന്ന വായെക്കുറിച്ച് വായിക്കുന്നത് യെശയ്യാവ് 53 അധ്യായത്തിൽ. കർത്താവിൻ്റെ വിശേഷ ഗുണമായി എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇത്. തക്ക സമയത്ത് മാത്രം തുറക്കാനായി നമ്മുടെ അധരത്തെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കുമെന്ന് 81 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. ഈ വാഗ്ദത്തം ഏറ്റെടുക്കാനായി നമ്മുടെ വായ് ഏൽപ്പിച്ചു കൊടുക്കുക. ഏറ്റെടുക്കാൻ എത്രത്തോളം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമോ അത്രത്തോളം അനുഗ്രഹിക്കപ്പെടും. ദൈവസന്നിധിയിൽ വരുമ്പോൾ പ്രാർത്ഥനയ്ക്കായും സ്തുതിക്കായും യാചനയ്ക്കായും നമ്മുടെ അധരങ്ങളെ വിസ്താരത്തിൽ തുറക്കേണ്ടിയിരിക്കുന്നു. സദൃശവാക്യം 24 അധ്യായത്തിൽ വായിക്കുന്നു, ഊമനു വേണ്ടി നിന്റെ ചെവി തുറക്കാം. സ്വന്തം കാര്യം പറയാനും സ്ഥാപിക്കാനും കഴിയാത്ത അനവധി പീഡിതരും സാധുക്കളുമുണ്ട്. ദൈവം നമുക്ക് വാക് സാമർഥ്യം തന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും അത് ഉപയോഗിക്കാനാണ്. സാത്താന്യ ബന്ധനത്തിലുള്ളവർക്ക് ജീവന്റെ മാർഗം തെളിവായി കാണിച്ചു കൊടുക്കാൻ നമ്മുടെ അധരത്തിൽ കർത്താവ് അധികാരമുള്ള വാക്കുകളെയും ജീവനുള്ള ദൂതുകളെയും തന്നിരിക്കുന്നു. മരണത്തിന് കൊണ്ടുപോകുന്നവരെയും കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നമ്മുടെ ഒരു വാക്ക് മതിയാകും. അനേകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. നിർവിചാരിയായി ചിന്തയില്ലാത്തവനായി നടന്നാൽ ഒരു പക്ഷെങ്കിൽ ന്യായവിധിയിൽ അകപ്പെടുമെന്നുള്ളതും നമ്മൾ മറക്കരുത്. ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനാണ്, തൂക്കി നോക്കുന്നവനാണ്. ഹൃദയം തുറക്കുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ദൈവം ലുദിയയുടെ ഹൃദയം തുറന്നു. ലുദിയ തുയദ്ധൈര പട്ടണത്തിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരത്തിയായിരുന്നു. വിഗ്രഹങ്ങളാൽ നിറഞ്ഞ പട്ടണമാണ് തുയദ്ധൈര എങ്കിലും അവൾ ദൈവഭക്തയായിരുന്നു. യഥാർത്ഥ ദൈവം ആരെന്നറിയാതെ തൻ്റെ അറിവിനൊത്തവണ്ണം ദൈവഭക്തിയോടെ ജീവിച്ചു. പൗലോസ് പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടതിന് ദൈവം അവളുടെ ഹൃദയം തുറന്നു. ആ പ്രദേശത്ത് ആദ്യമായി പൗലോസിന് അംഗീകാരം കിട്ടിയത് അവളിൽ നിന്നാണ്. തുടർന്ന് വലിയ അത്ഭുതങ്ങളും ശുശ്രൂഷകളുമൊക്കെ അവിടെ സംഭവിച്ചു. ബുദ്ധിയെ തുറക്കുന്ന ദൈവം ലൂക്കോസ് 24 അധ്യായത്തിൽ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. കുരുട്ട് കാര്യങ്ങൾ ചെയ്യാനും പാറ വെക്കാനും സൂത്രങ്ങൾ മെനയാനുമല്ല ദൈവം ബുദ്ധി നമുക്ക് നൽകിയിരിക്കുന്നത്. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിനും വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിനും നമ്മൾ ഭക്തിക്കും വിശ്വാസത്തിനും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേൾക്കുന്നതിനുമൊക്കെ മനസ്സല്ലെങ്കിൽ ബുദ്ധിയെ തുറന്നു വെച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമ്മുടെ അധരങ്ങളെ തുറക്കുന്നവനാണ്, നമ്മുടെ കണ്ണുകളെ തുറക്കുന്നവനാണ്, നമ്മുടെ ഹൃദയത്തെ തുറക്കുന്നവനാണ്. തൃക്കൈ തുറന്നു എന്ന് സങ്കീർത്തനം 104 വായിക്കുന്നു. ദൈവത്തിൻ്റെ കൈകൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട കൈകളാണ്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ ആ ഒരു തിരിച്ചറിവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം നമുക്ക് വേണ്ടി തൻ്റെ സ്വന്തം കാതുകളെയും ചെവികളെയും തുറന്നിരിക്കുന്നു. അതുപോലെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ നമ്മുടെ കണ്ണുകളെയും കാതുകളെയും ദൈവം തമ്പുരാൻ തുറന്നിരിക്കുന്നു. ദൈവിക മർമ്മം ഗ്രഹിപ്പാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുന്ന ദൈവം, ആ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. തുറന്ന മനസ്സോടെ
തുറന്ന കണ്ണുകളോടെ, തുറന്ന അധരങ്ങളോടെ, തുറന്ന കാതുകളോടുകൂടെ ഞങ്ങൾ ദൈവിക ഹിതം തിരിച്ചറിയുന്നതിനും ചുറ്റുപാടുകളെ വീക്ഷിക്കുന്നതിനുമൊക്കെ ഞങ്ങളെ സഹായിക്കണമേ. സുതാര്യമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൈകൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തുറക്കപ്പെടണമേ. അവിടുത്തെ കണ്ണുകളും കാതുകളും നിലവിളിക്ക് മുൻപിൽ തുറക്കണമേ. ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും വാഴ്വും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.